ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് താണ്ടെ ഞങ്ങൾക്ക് വയലൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാനായിട്ട് പോവുകയാണ്. റെഡി ഗൈസ്, റെഡി? ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. ഇതുവഴിയൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കാനും പണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീടൊക്കെ ഉണ്ട് ഇവിടെ. യു ലൈക്ക് ഇറ്റ്? മാൻ, ഇറ്റ്സ് ഫൺ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അതിലെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ. അവിടെ വാഴയും റബ്ബർ തോട്ടങ്ങളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ സൂപ്പർ. ഇതുണ്ടോ വയലേലകൾ, ഇതുണ്ടോ? ഇങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. നമുക്കിവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ ഡ്രോൺ ഒന്ന് പറത്താം. ഇവിടെയും കൂടെ ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്. കാണിച്ചത് ആ വരുന്നു കണ്ടോ? ഇവിടെ ഗ്രൗണ്ട് കാണിച്ചേ, നമ്മൾ കളിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ? അടിപൊളി. പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. വയലൊക്കെ കണ്ടു ഇല്ലേ ഗായ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ സ്കൂളും നമ്മുടെ YMCA പള്ളി ഇതെല്ലാം കൂടെ കാണാൻ പോവാണ്. ഡാഡി പോയ വഴികൾ. ഓക്കെ, അപ്പം ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണോ പോകുന്നത്? കഴിഞ്ഞ് വരും. നെയ്ബേഴ്സ് ഹൗസ്, നമ്മുടെ പപ്പയുടെ ചേട്ടന്മാരുടെ വീടുകളാണ് ഇതൊക്കെ. ചീറി പാഞ്ഞു പോകുന്ന വണ്ടികൾ. ഇതുവഴിയാണ് നമ്മൾ ചർച്ചിൽ പോകുന്നത്, നടന്നു പോകുന്നത്, പിന്നെ സൺഡേ സ്കൂൾ എല്ലാം ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പല വീടുകളും അറിയാവുന്ന വീടുകളാണ് ഇതൊക്കെ. ഇത് കണ്ടോ? ഇതിൻ്റെ താഴോട്ട് കാണിച്ചേ ജോഹാന. ഇവിടെ ആയിരുന്നു ഞങ്ങൾ രാമായണം കാണാൻ പോകുന്ന വീട്. അത് തൊട്ടപ്പുറത്തായിരുന്നു. രാമായണവും മഹാഭാരതവും സൺഡേ സ്കൂളിൽ പോയിട്ട് തിരിച്ച് പള്ളി കയറാതെ വരുന്ന സ്ഥലങ്ങളായിരുന്നു അത്. ഇത് കണ്ടോ? കമ്പിളി നാരങ്ങ കിട്ടുന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇത് കണ്ടോ? നമ്മുടെ കമ്പിളി നാരങ്ങ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു കമ്പിളി നാരങ്ങ. ഇവിടുന്ന് ലവ്ലിയൊലിക്ക ഞങ്ങൾ പറിച്ചുകൊണ്ടിരുന്ന പണ്ട് കണ്ടോ? ആ മരം കണ്ടോ? ലവ്ലിയൊലിക്കയുടെ മരമാണ്. YMCA. ഇത് YMCA ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കൊച്ച് ഇങ്ങനെയുള്ള ബിൽഡിങ്ങൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ബിൽഡിങ്ങും. ഇത് കണ്ടോ? YMCA കാണിച്ചേ ജോഹാന. ഇത് കണ്ടോ? ഒന്ന് വന്നിട്ട് അകത്തോട്ട് കാണിച്ചേ YMCA. ഓക്കെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ശാലയം മാർത്തോമ്മ പള്ളി. ഓക്കെ, ഇതാണ് YMCA. ഞങ്ങളിവിടെ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. വൈകുന്നേരത്തൊക്കെ ഉള്ളു ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത്. ഇപ്പം രാവിലെ 10 മണി, എല്ലാവരും ജോലിയും സ്കൂളുമായിട്ടൊക്കെ പോയി കാണും. ഇപ്പം എല്ലാവരും നമ്മുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. ഇതിലെ കൂടെ നടന്നാണ് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സ്കൂൾ എത്തിയിരിക്കുകയാണ്. MGD ഹൈസ്കൂൾ ഫോർ ഗേൾസ്. പണ്ട് ഇവിടെ സ്കൂൾ ബസ്സൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കണ്ടേ പഴയ സ്കൂൾ ബസ്സൊക്കെ വന്നല്ലോ. അത് കൊള്ളാം, അടിപൊളി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ MGD സ്കൂളിൻ്റെ ഗേൾസ്. നമ്മുടെ സിസ്റ്ററൊക്കെ പഠിച്ച സ്കൂൾ ഇവിടെയാണ്. ഞാൻ പഠിച്ച സ്കൂള് ഇതാണ്. നമ്മൾ പഠിച്ച സ്കൂള് വേണ്ട
MGD ബോയ്സ് ഹൈ. ഇവിടാണ് ഡാഡി എത്ര 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടാണ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാവരും? 10ലായോ? അയ്യോ, ഓണപ്പരീക്ഷയാണോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി താണ്ടെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി കൊണ്ടുവന്ന 2 സോക്കർ ബോൾ, ഫുട്ബോൾ. അപ്പോൾ ഹെഡ് മാസ്റ്ററെ കൊടുത്തേക്കാം, നിങ്ങൾ പോയി മേടിച്ചോണം. പിള്ളേരുടെ സ്കൂൾ ബസ്. ചുമ്മാ എടുത്ത ഓർമ്മകൾ. അപ്പോൾ നമുക്ക് സോക്കർ ബോൾ കൊണ്ടു കൊടുക്കാം. എൻ്റെ കൂടെ വാ, നമുക്ക് ഹെഡ് മാസ്റ്ററിനെ പോയി കാണാം. അപ്പം സാറാണ്ട് 2. ഓക്കെ, ഇത് പിള്ളേർക്ക് ഇത് 10ാം ക്ലാസ്സിൽ പിള്ളേർക്ക് കൊടുക്കണം സോക്കർ ബോൾ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളിയാണ് ഫുട്ബോൾ. ഇതൊരു പള്ളിയാണ്. ഞങ്ങളുടെ റമ്പാച്ചൻ ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത്, ക്ലാസ്സില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ക്രിക്കറ്റ് കാണാൻ വരുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ ബാൻഡ് മേളമൊക്കെ അതുകൊണ്ട് ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്തത്. കണ്ടേ, ആ മതിലൊക്കെ ചാടി കണ്ടോ, ആ മതിലൊക്കെ ചാടിയാണ് സ്കൂൾ മതിൽ ചാടിയിട്ടാണ് ഇവിടെ നമ്മൾ ക്രിക്കറ്റൊക്കെ കണ്ട്. പണ്ട് കൊച്ചൊരു 13 ഇഞ്ച് TV-ക്കകത്തൊക്കെ ഇവിടാണ് ചെയ്തത് പരിപാടി. ഇത് കണ്ടോ, നമ്മൾ പണ്ട് വന്ന് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഉണ്ണിയപ്പവും ബോണ്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാരുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തെണ്ടിയിട്ടുണ്ട് പണ്ട്. 1 രൂപ തരണമെന്ന് പറഞ്ഞ് ബോണ്ടയൊക്കെ കഴിക്കാൻ വേണ്ടി. അതാണ് സ്ഥലം നമ്മുടെ. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ സ്ഥിരം പരിപാടി കേന്ദ്രം. പഠനം, സമരം, സാഹോദര്യം, KSU ഒക്കെ. ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇടുക്കുവഴിയാണ്. നമ്മളിനി പോകാൻ പോകുന്ന ഒരു ചന്തയിലോട്ടാണ് പോകുന്നത്. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഹരികൃഷ്ണൻ്റെ വീടാണ്. കുറേ വർഷങ്ങളായി ഇതുവഴി വന്നിട്ട്. എന്നാലും നിങ്ങളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുക, അതാണ് നമ്പർ 1 കാര്യം. റൈറ്റ്, ഇതാണ് നമ്മുടെ ചന്തയിലേക്ക് പോകുന്ന കട. വേണ്ട, ഇത് ക്രോസ് ചെയ്ത് പതുക്കെ വേണ്ട. കുറേ പട്ടികളുണ്ട് കേട്ടോ, പട്ടികളുടെ ബഹളം. ഇത് വേണ്ട, ഞങ്ങളുടെ ചന്തയാണിത്. ഇത് വേണ്ട, മീനൊക്കെ വിൽക്കുന്നതാണ്. വേണ്ട, ഓക്കെ, ഇതിൽ കൂടെ കയറി നമുക്ക് കറങ്ങി പോരാം. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കുണ്ട്ര പള്ളിമുക്ക് ചന്ത, നമ്മുടെ ഇറച്ചിക്കട ഉണ്ടോ. താങ്ക് യു. ശരി, അപ്പോൾ നമ്മുടെ പള്ളിയാണ്. അതാണ് വലിയ പള്ളി. അതിൻ്റെ ഫ്രണ്ടിലായിരുന്നു പപ്പയുടെ ബേക്കറി പണ്ടുള്ളായിരുന്നത്. സോ ഓക്കെ, ഫോട്ടോ എടുക്കുന്നില്ല. ഇത് കണ്ടോ, നാരങ്ങ മുട്ടായി. ഇതെന്തോ, ഗ്യാസ് മുട്ടായി. കണ്ടോ, പണ്ടത്തെ ഫേമസ് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. നല്ല, ഇതിൽ കുഴപ്പമില്ല. കണ്ടോ, ഇത് നമ്മുടെ ചേട്ടനാണ്. കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും, പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ പിന്നെ നാരങ്ങ മുട്ടായും ഗ്യാസ് മുട്ടായും കൊടുത്തേ. ഓക്കെ, കണ്ടോ, ഗ്യാസ് മുട്ടായി ഉണ്ടോ. ഓക്കെ, എടുത്തോ. പിന്നെ വേണമെങ്കിൽ YMC കണ്ടായിരുന്നോ? പള്ളി കണ്ടായിരുന്നോ? നമ്മുടെ ചന്ത കണ്ടായിരുന്നോ? നമ്മളെ വയലിൽ പോയായിരുന്നോ? വന്ന ഡാഡി പോയ റൂട്ടുകളെല്ലാം കണ്ടായിരുന്നോ? എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു ജോസഫേ. ഏതുകൊണ്ട് ഗ്യാസ് മുട്ടായി പ്ലസ് നാരങ്ങ മുട്ടായി പേരൊക്കെ പെട്ടെന്ന് മറന്നു പോയി. ഓക്കെ, അത്രയും കഴിച്ചു അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ശരി പോവാം. ഗ്യാസ് മുട്ടായി കണ്ടോ? അയ്യാ, ഓക്കെ, എന്നാ പിടിച്ചോ.
അപ്പുറത്തും ഇപ്പുറത്തും കൈയും കോർത്ത് ഓരോരുത്തർ ഇതിലെ കൂടെ പാളത്തിൽ കൂടെ നടക്കുക. ഞങ്ങൾ കൈ കോർത്ത് ഇങ്ങനെ വഴി ഇങ്ങനെ നടന്നു പോകും. വർത്താനമൊക്കെ പറഞ്ഞ് പണ്ട്. You know what I mean? Yes. Okay. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ട്രിപ്പ്. ജോസഫ് എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? അമേസിങ്. Till next time. ഹായ്, നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ നമ്മൾ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ് അല്ലേ? You guys enjoyed it. So till next time, take care and bye-bye. See you. Bye-bye. See you. Bye-bye.